കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. സത്യൻ നഗറിൽ വെച്ച് നടന്ന ആ ക്രൂസൈഡിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഹാസന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു സത്യൻ നഗർ ക്രൂസൈഡ്. അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്തു. യേശുവിൻ്റെ നാമത്തെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ കർത്താവ് മഹത്വപ്പെടുത്തി. അനേകർക്ക് ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. അനേകരെ വിടുവിച്ചു. കർത്താവിൻ്റെ വലിയ സ്നേഹം, കർത്താവിൻ്റെ അനുഗ്രഹം, യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എപ്രകാരം ആ വ്യക്തിയുടെ ജീവിതം രൂപാന്തരപ്പെടും, എത്രത്തോളം ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹപ്രദമാകുമെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സന്ദേശം കേൾക്കുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ചുമ്മാതിരുന്ന് കേൾക്കരുത്, പ്രാർത്ഥനയോടെ വേണം കേൾക്കാൻ. എനിക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് ഈ സന്ദേശം കേട്ടാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9, 10 വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശുവേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ഭാഷയിലും വംശത്തിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അവർ ഭൂമിയിൽ വാഴുന്നു. ഇന്ന് രാത്രി കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സന്ദേശം ഇതാണ്. മാനവജാതിയെ വാഴുവാനായി ദൈവം സൃഷ്ടിച്ചു. എന്നാൽ പാപനിമിത്തം അവൻ്റെ വാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ ഇതാ ക്രിസ്തു നിമിത്തം അവന് വാഴ്ച മടക്കി കൊടുക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വാഴുന്നവനായിട്ടാണ്, സകലത്തെയും അടക്കി വാഴുന്നവനായിട്ടാണ്. അതിനുവേണ്ടി ദൈവം അവന് തൻ്റെ തേജസ് കൊടുത്തു. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, തേജസ്സും വാഴ്ചയും. ഉറക്കെ പറഞ്ഞാട്ടെ. മനുഷ്യനെ തൻ്റെ ദിവ്യ സ്വരൂപത്തിൽ തേജോമയനായി ദൈവം സൃഷ്ടിച്ചു. ദൈവം എങ്ങനെ സകലത്തെയും അടക്കി വാഴുന്നോ അതുപോലെ വാഴുവാൻ തൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ചാണ് ദൈവം മാനവജാതിയെ സൃഷ്ടിച്ചത്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ദൈവം താൻ എങ്ങനെയാണോ ദൈവത്തിൽ ഉള്ളത് എന്താണോ അത് മനുഷ്യനിലും വെച്ചു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 1:26-27. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചോ അതിനെ മുഴുവൻ വാഴുവാനാണ് മനുഷ്യനെ ദൈവം അധികാരിയാക്കി സൃഷ്ടിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ എന്തിനെയെല്ലാം വാഴണമോ അതെല്ലാം അവനെ വാഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ലോകത്തിലെ മഹാന്മാരായ വലിയ ലീഡേഴ്സുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദേശങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാർ, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, പല കമ്പനികളുടെ ഡയറക്ടേഴ്സ്, വലിയ വാഴ്ചയുള്ളവർ. അവർ ഈ ലോകപ്രകാരം വലിയ അധികാരമുള്ളവരാണ്, വാഴ്ചയുള്ളവരാണ്. എന്നാൽ പലരുമായി സംസാരിച്ചപ്പോൾ ചില ഭാരമേറിയ കാര്യങ്ങളുമായി എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ഞാൻ ഈ സീറ്റിലിരുന്ന് പലരെയും അധികാരം നടത്തുന്നു, ഞാൻ വാഴുന്നു, എനിക്ക് ഒരു റൂളിംഗ് അതോറിറ്റി ഗവൺമെൻറ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി തന്നിട്ടുണ്ട്. എന്നാൽ ബ്രദറെ, എന്നെ ചിലത് വാഴുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആർക്കും അറിയാൻ മേലാത്ത ചില ദുഷ്ട സ്വഭാവങ്ങൾ എന്നെ വാഴുന്നു. ഒരിക്കൽ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ബാങ്ക് മാനേജരാണ്. അദ്ദേഹം വലിയൊരു സ്ഥാനത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുമ്പോൾ ബാങ്കിൽ തൻ്റെ സ്റ്റാഫ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. താൻ പറയുമ്പോൾ ലോണുകൾ തനിക്ക് അനുവദിക്കാനുള്ള ശക്തിയുണ്ട്, വാഴ്ചയുണ്ട്. എന്നാൽ ലോകപ്രകാരം തനിക്ക് വാഴ്ചയുണ്ടെങ്കിലും താൻ ഒരിക്കൽ തൻ്റെ വേദനിക്കുന്ന അവസ്ഥ തങ്കു ബ്രദറിനോട് പറഞ്ഞ് ഞാൻ മറക്കത്തില്ല. അദ്ദേഹം പറയാണ്, ബ്രദറെ, എനിക്ക്
എന്നെ ഒരു ഭയം വാഴാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് രാവിലെ ബാങ്കിൽ പോയി നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു ഭയത്തിനടിമയായിരിക്കുന്നു. എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫയലുകൾ എടുക്കുമ്പോൾ ഞാൻ വേർക്കുകയാണ്. ഇദ്ദേഹം അധികാരമുള്ള വ്യക്തിയാണ്, പക്ഷെ തന്നെ എന്തോ വാഴുന്നു. ഞാൻ പറയാം, സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരായിരിക്കുന്ന പലരും വാഴുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അവരുടെ അടുക്കൽ ചെന്ന് പറയാൻ അവർ പറയും, എന്തൊക്കെയോ എന്നെ വാഴുന്നു. ചിലർ പറയുന്നു, എന്നെ പാപ സ്വഭാവങ്ങൾ ഭരിക്കുന്നു. ചിലർ പറയുന്നു, മദ്യാസക്തി എന്നെ ഭരിക്കുന്നു. ചിലർ പറയുന്നു, മരിക്കണമെന്നുള്ള ചിന്ത എന്നെ ഭരിക്കുന്നു. ഇന്നിവിടെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഭയത്തിൽ താനായി. എന്നാൽ ഒടുവിൽ യേശുവിന് ജീവൻ കൊടുക്കാൻ വിളിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇവിടെ ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം നിന്ന് വേർക്കുവാനും അണയ്ക്കുവാനും തുടങ്ങി. അദ്ദേഹം ഇതാ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇറങ്ങി മാറി. എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. ഇത്രയും നേരം എന്നെ ഭരിച്ചതിനെയൊക്കെ എനിക്ക് ഭരിക്കാൻ പറ്റും എന്ന് എൻ്റെ അകത്തൊരു വലിയ വിറപ്പ് കിട്ടി. എൻ്റെ കർത്താവ് വാഴ്ച തിരിച്ച് നൽകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തേജസ്സും വാഴ്ചയും യേശു തിരിച്ചു നൽകുന്നു. അതാണ് ഇന്ന് രാത്രി ഈ ദേശത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. നഷ്ടപ്പെട്ട വാഴ്ച ദൈവം നിനക്ക് മടക്കി തരുന്നു. നഷ്ടപ്പെട്ട തേജസ് ദൈവം നിനക്ക് മടക്കി തരുന്നു. There is a big relationship between your glory and dominion. എല്ലാവരും പറഞ്ഞാട്ടെ, glory and dominion. വാഴ്ചയും തേജസ്സും. ഉറക്കെ പറഞ്ഞാട്ടെ, തേജസ്സും വാഴ്ചയും. നമ്മൾ വായിക്കുന്നു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ സകലത്തെ വാഴുവാൻ സൃഷ്ടിച്ചു. വാഴുവാൻ വേണ്ടി അവൻ എന്ത് കൊടുത്തു? തൻ്റെ മഹത്വം, തേജസ് അവന് കൊടുത്തു. സങ്കീർത്തനം 8 എടുക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സകലത്തിന്മേലും വാഴാൻ ഉള്ള കഴിവ് കൊടുത്തത് അവനിലൊരു തേജസ് വെച്ചതുകൊണ്ട്, പ്രകാശമായിരുന്നു. എന്നെയും നിങ്ങളെയും പോലെ ഇതുപോലുള്ളൊരു വസ്ത്രം അവന് ധരിക്കേണ്ടിയിരുന്നില്ല. പ്രകാശമാണ് അവനെ ചുറ്റിയത്. ഇന്നലെ ഓർപ്പിച്ച കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഈ ലൈറ്റിൽ അല്പനേരം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇതിനേക്കാൾ പ്രഭയായിരുന്നു ഒരു മനുഷ്യനെ, ആദാമിനെ കണ്ടാൽ. ആ പ്രഭയിൽ അവൻ ചെന്നപ്പോൾ സകലതും അവൻ്റെ മുമ്പിൽ വീണു വണങ്ങി. ഇന്നും ലോകത്തിൽ നിങ്ങൾ നോക്കിക്കേ, സകല സൃഷ്ടികളും മനുഷ്യന്റെ മുമ്പിൽ അത് വിധേയപ്പെട്ടാ നിൽക്കും. അതെ, ടൺ കണക്കിന് തൂക്കമുള്ള ഒരു ആന, വെറും 60 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യൻ ഇടത്താനെ എന്ന് പറയുമ്പോൾ അത് ഇടത്തോട്ട് തിരിയും. ഇവിടെ നിൽക്കുന്ന സഹോദരിമാർ ബാ 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 എന്ന് വിളിക്കുമ്പോൾ പൂവനും പെടയുമെല്ലാം ഓടി വരും. ഒരു ചെറിയ മെലിഞ്ഞൊരു സ്ത്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ സമുദ്രത്തിൽ കിടക്കുന്ന ഡോൾഫിനുകൾ അവളുടെ മുമ്പിൽ വരികയാണ്. യാക്കോബിന്റെ ലേഖനം പറയുന്നു, മൃഗം, പക്ഷി, ഇഴജാതി ഇവയെല്ലാം ഇന്നും മനുഷ്യനോട് മരുങ്ങുന്നു. എന്നാൽ അവൻ്റെ സ്വന്തം നാക്ക് അവന് മരുങ്ങുന്നില്ല. അവൻ്റെ ഉള്ളിൽ അവനെ എന്തോ ഭരിക്കുന്നു. ഇന്നും നമ്മൾ ലോകത്ത് നോക്കിയാൽ കാണാം, മനുഷ്യനെ മറ്റെല്ലാ ജന്തുക്കൾക്കും ഭയമാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളെ ദൈവരൂപത്തിൽ സൃഷ്ടിച്ചതാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ സഭയോ ആരും ചോദിക്കുന്നില്ല. മനുഷ്യനാണോ? നിന്നിൽ ദൈവത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. നിന്റെ അകത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സീലുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ലോകത്തിലെ സകല മൃഗങ്ങളും പക്ഷികളും അവയ്ക്കെല്ലാം ഒരു ദ്രവത്വത്തിലേക്ക് അവ വീണുപോയി നമ്മൾ വായിക്കുന്നു. എന്നാൽ ലോകത്തിൽ തുണി ഉടുക്കുന്ന വേറെ ഒരു ജീവിയുമില്ല, അത് മനുഷ്യൻ മാത്രമാണ്. കാരണം അവർക്കാർക്കും തുണി നഷ്ടപ്പെട്ടില്ല, മനുഷ്യന് മാത്രമേ തുണി നഷ്ടപ്പെട്ടു. ദൈവം സൃഷ്ടിച്ച എല്ലാവരെയും ഒരു തുണിയോടുകൂടെയാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു ആനയെ കണ്ടാൽ, ഒരു കോഴിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കണ്ടാൽ ആണ്ട് ഉടുക്കാതെ നടക്കുന്നു എന്ന് ആരും പറയാറില്ല. എന്നാൽ മനുഷ്യനെ കണ്ടാൽ ഉടുക്കാതെ നടക്കുന്നു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അവനൊരു ഉടുപ്പുണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊരു ഉടുപ്പുണ്ടായിരുന്നു.
ഒരു തേജസ്സിൻ്റെ ഉടുപ്പുണ്ടായിരുന്നു. ആ ഉടുപ്പ് മടക്കി തരുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ചരിത്രമാണ് ഈ രാത്രികളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ആ യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് വിളിക്കുമ്പോൾ, ആദ്യം ആ ഉടുപ്പ് നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടും, ഭയം വിട്ടുമാറും. നിന്നെ ഭരിച്ചുകൊണ്ടിരുന്ന മദ്യപാനം നിന്നെ വിട്ടോടും. നിന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഭയം നിന്റെ അകത്തു നിന്ന് വിട്ടോടിപ്പോകും. നിന്നെ ഭരിച്ചുകൊണ്ടിരുന്ന നിരാശയും അസമാധാനവും വിട്ടുമാറി നീ സകലത്തെയും ഭരിക്കുന്ന വ്യക്തിയായി മാറും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? ഈ സന്ദേശം കേട്ട് അനേകര് അവിടെ അത്ഭുതകരമായി സൗഖ്യമായി, അനേകര് വിടുവിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യം കേട്ട് ഒരു സാക്ഷ്യം കേൾക്കുന്ന ലാഘവത്തോടെ കേട്ടു പോകാതെ ഇതുപോലൊരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും, എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ പ്രശ്നത്തിന്മേൽ കർത്താവ് ഇതുപോലെ അത്ഭുതം ചെയ്യും എന്നുള്ള ഒരു വാഞ്ചയോടെ വേണം നിങ്ങൾ ഈ സാക്ഷ്യം കാണുവാൻ, പ്രാർത്ഥനയോടെ വേണം കാണുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന് എഗെയിൻസ്റ്റായിട്ട് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. യേശു ശരിയല്ലെന്നും ഈ അത്ഭുതങ്ങളെല്ലാം വെറും കഥയാണെന്നും ഒക്കെ താൻ തന്നെ എഴുതി ഒരു നാടകം ഉണ്ടാക്കി. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്, മേരാ ഭാരത് മഹാൻ. അതിലാരെങ്കിലും സാക്ഷ്യം പറയുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് പറയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരവസ്ഥ തൻ്റെ വായ്മൊഴിയാൽ തന്നെ താൻ പറയും. ഞാൻ നല്ല വൃത്തിയായി മദ്യപിക്കുമായിരുന്നു. ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് മദ്യപിച്ച് ഒരു ചെറിയ ആക്സിഡൻറ്റിൽ കാർ ആക്സിഡൻറ്റിൽ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവർ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് വ്രണങ്ങൾ കരിയാൻ വേണ്ടി ഒരു മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നു. അത് റിയാക്ഷനായി. അങ്ങനെ റിയാക്ഷനായി എൻ്റെ ബോഡിയിൽ അത് എൻ്റെ എല്ലുകളെ ബാധിച്ചു തുടങ്ങി. അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു ഡോക്ടർമാരുടെ സമരം വന്നു. അന്ന് കാല് മുറിച്ചില്ല. അന്നത്തെ ദിവസം ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ആയിപ്പോയി. എടാ, ഡോക്ടർ സമരം ചിലർക്ക് അനുഗ്രഹമാവുമെന്ന് ഇപ്പോൾ പിടി കിട്ടി. അല്ലേ അന്ന് മുറിച്ചേനെ? അന്ന് കാല് മുറിച്ചേനെ, മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചേനെ. ഏത് വർഷം നടന്നതാ ഇത്? 2012. ഏത് ഹോസ്പിറ്റലിലായിരുന്നു? മെഡിക്കൽ കോളേജിലായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. വ്രണം പഴുത്തു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എല്ല് ഇങ്ങനെ മീമുള്ള ഇളകുന്നത് പോലെ പഴുപ്പിലൂടെ വരുന്നത് എല്ല് ദ്രവിച്ച് പഴുപ്പിലൂടെ വെളിയിലേക്ക് വരികയാണ്. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഏത് ഭാഗത്തായിരുന്നു ഇത്? വലത് കാലിൽ. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഴുക്കും, പഴുത്ത് കഴിഞ്ഞാൽ അവിടെ പൊട്ടിയിട്ട് അതിലെ എല്ല് ഇളകി വരും. എൻ്റെ ഈ വിരലുകളിൽ നിന്നെല്ലാം എല്ല് പോയതാണ്. അങ്ങനെ ഈ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി കാല് മുറിക്കും, പക്ഷേ പാദം പ്രശ്നമായി പോയി, പാദം മുറിക്കണം. അങ്ങനെ വലത് കാലിൻ്റെ പാദം മുറിച്ച് കളഞ്ഞു. എന്നിട്ടും വ്രണം കരിയുന്നില്ല. വലത് കാലിൻ്റെ പാദം മുറിച്ചു. ഒരു മരുന്ന് ട്രീറ്റ്മെൻറ്റിന് കൊടുത്തതാണ്. ആ മരുന്ന് റിയാക്ട് ചെയ്തതിൻ്റെ എഫക്റ്റായിട്ട് ഈ അസുഖം തന്നെ ബാധിച്ചു. അത് ശരി. അപ്പോൾ ഇത് വ്രണം കാല് പാദം വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഈ വ്യക്തി ഇനി കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല, 6 മാസത്തിൽ കൂടുതൽ നടത്തരുത്, സ്റ്റെപ്പ് കയറ്റരുത്, ഒരു വണ്ടിയിൽ കൊണ്ടുപോകരുത്, എഴുപ്പിച്ചിരുത്തരുത്, എപ്പോഴും വേണമെങ്കിലും എല്ല് പൊടിഞ്ഞു പോകാം. ഈ അവസ്ഥയിൽ ആണിന്ന് ഞാൻ കിടന്നിരുന്നത്. അന്ന് യേശുവിനെ വീഴ്ത്തിയണക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ കളിയാക്കും അവരെ. അവർ കൊണ്ടുവന്ന ട്രാക്റ്റ് അവരെ മുമ്പിൽ തന്നെ ചുരുട്ടി എടുത്ത് ദൂരെ അറിയാം. അങ്ങനെ പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇതേണക്കൊരു സഭ വന്നപ്പോൾ അവിടെ ചെന്നൊരു പാസ്റ്റർ ഇതേണക്കൊരു മീറ്റിംഗ് നടത്തി. ഞാൻ ചെന്ന് പറഞ്ഞു, കൈ കൊട്ടരുത്, വെളിയിൽ ശബ്ദം കേൾക്കരുത്, പ്രാർത്ഥിക്കുന്ന വെളിയിൽ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കളഞ്ഞ് ബൈബിളും വലിച്ചു കയറി കളഞ്ഞ് പാസ്റ്ററിന് അടിയും കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ അന്ന് ആ പാസ്റ്റർ പറഞ്ഞു, നീ ദൈവത്തെ അറിയും. ഞാൻ പറഞ്ഞു, നടന്നത് തന്നെ. അങ്ങനെ വീട്ടിനകത്ത് കിടപ്പായി, ദാരിദ്ര്യമായി, കഴിക്കാൻ ആഹാരമില്ല, ആരെങ്കിലും വീട്ടിൽ വന്ന് അവരുടെ കയ്യിലേക്ക് നോക്കുന്ന അവസ്ഥയായി. ആ അവസ്ഥയിലിരിക്കുമ്പോൾ എൻ്റെ മോളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ വീട്ടിൽ ഞാൻ കിടന്ന കട്ടിൽ പോലും കടക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. വീട്ടിൽ ഞാൻ കടം കൂടി, ആരെങ്കിലും വീട്ടിൽ വന്നാൽ എൻ്റെ വീട്ടിൽ എന്തുണ്ടോ അത് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയായി. അങ്ങനെ കിടക്കുന്ന തറയിലാണ് കിടക്കുന്നത്. ചെറിയ എറുമ്പ് എൻ്റെ ശരീരത്തിലായിരിക്കും. മുട്ടിന് ബാക്കി ഭാഗം മരവിപ്പാണ്. ആ മരവിച്ച ഭാഗത്തേക്ക് എറുമ്പ് വന്ന് മുകളിലേക്ക് കടിച്ച് കയറുമ്പോഴേ അറിയുന്ന എറുമ്പ് നോക്കുമ്പോൾ എറുമ്പ് കുറേ ഭാഗം കൊണ്ട് കഴിയും. പാറ്റ ഈ പഴുപ്പിൻ്റെ മണം കേട്ട് വന്ന് പാറ്റ കുറേ നക്കിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഈ പാറ്റായി മെറുമ്പം അരിക്കാൻ തുടങ്ങി. ശരീരഭാഗങ്ങൾ തിന്നുകയാണ്.
അങ്ങനെ ഈ ശരീരത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ പുഴു വെളിയിലേക്ക് വെള്ള പുഴു ഇങ്ങനെ ചാടി തുടങ്ങി. വീട്ടിൽ മുട്ടിലാണ് ഇഴയുന്നത്. മുട്ടിലിഴഞ്ഞ് 2 മുട്ടും പൊട്ടി, ഇരുന്ന് നിരങ്ങി ബാക്ക് സൈഡ് പൊട്ടി, തറയെ കിടന്ന് മുതുവിൽ അവിടെ ഒരു ഹോളായി. ഏകദേശം ഒരു 2 വിരലോളം താഴ്ന്നു പോകുന്നൊരു ഹോള്. അപ്പോൾ ഇങ്ങനെ മുതുകിലൊരു ഹോളുണ്ട്. ശരീരത്തിൽ നിന്ന് പുഴു ഇറങ്ങി വരികയാണ്. അങ്ങനെ ഭയങ്കര സ്മെല്ല്. എന്നെ അടുത്ത് അവിടെ ആരെങ്കിലും വീട്ടിലാരും വരത്തില്ല. വന്നാൽ തന്നെ ഒന്ന് ഇങ്ങനെ നോക്കി വെച്ച് അവർ പോകും. വീട്ടിലെപ്പോഴും ഡിറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണമുള്ള സാധനം. താമസിക്കുന്നത് ഞാൻ അന്ന് താമസിച്ചിരുന്ന നേമത്താണ്. ഇപ്പോൾ താമസിക്കുന്ന പുല്ലേനാർക്കോട്ട. നേമത്ത് എൻ്റെ വൈഫ് ഹൗസാണ്. ഈ മെഡിക്കൽ കോളേജിൽ ഏത് ഡോക്ടറാണ് അന്ന് ചെറിയാൻ തോമസ് ചികിത്സിച്ചിരുന്നത്. ഡോക്ടർ വിധി എഴുതി വൈഫിലേക്ക് കൊടുക്കുമ്പോൾ വൈഫ് ലാബ് ടെക്നീഷ്യനാണ്. വൈഫിനോട് പറഞ്ഞു, നിനക്ക് മരുന്നും അലർജിയൊക്കെ അറിയാമല്ലോ, ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിട്ടത്. അന്ന് ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഈ അവസ്ഥയിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുവരിക, ആരുടെ ഇടാൻ പോലും വസ്ത്രമില്ലാതെയൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അഹങ്കരിച്ച് ഈ പ്രദേശത്തൂടെയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. ബൈബിള് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കയറ്റിയതിന് എൻ്റെ അമ്മയെ വഴക്ക് പറയും, ബൈബിളെടുത്ത് വെളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വീട്ടിൽ കിടന്ന സമയത്ത് തങ്കു ബ്രദർ ടി വിയിലൂടെ ഒരു ദിവസം 2 ബ്രദർമാരിങ്ങനെ നിന്ന് പറയുന്നു, നട്ടെല്ല് തകർന്ന് കിടക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു, 2 പേരും അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നു, അവിടെ അത്ഭുതം നടക്കുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, അവരെ 2 പേരെയും കൂടെ മെഡിക്കൽ കോളേജിൽ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം എന്ന് കാണുമെന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് രോഗികൾ സൗഖ്യമാകും. അങ്ങനെ പിറ്റേ ആഴ്ച എന്നെ പിടിച്ച് വലിച്ച് ആ ടി വിയുടെ മൂട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അതിലിങ്ങനെ പറഞ്ഞത്, നട്ടെല്ല് തകർന്ന് കിടക്കുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയൊന്നുമില്ല, നടന്നത് തന്നെ. എന്നിട്ട് വീണ്ടും തങ്കു ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ വിശ്വസിച്ചാൽ അത്ഭുതം കാണും. അപ്പോഴെൻ്റെ മുതുകിലെ കുഴിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് കരിച്ചു തരുമെങ്കിൽ വിശ്വസിക്കാം. താന് പരീക്ഷിച്ചതാണ് യേശുവിനെ. ശരിക്കും തങ്കു ബ്രദർ ടി വിയിൽ കൂടെ പറഞ്ഞപ്പോൾ പരീക്ഷിച്ചതാണ്. എൻ്റെ ഇതിനകത്തുള്ള ഈ ദ്വാരം, ഈ തുള, ഇത് ഇപ്പോൾ സൗഖ്യമായാൽ ഞാൻ യേശുവിനെ വിശ്വസിക്കാമെന്ന് തൻ്റെ വിരൽ വെച്ച് താൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വെച്ചതാ. അപ്പോൾ നോക്കി അടുത്ത പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് ആ കുഴി ഇങ്ങനെ നികന്നിരിക്കുന്ന കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മുട്ടിൻ്റെ പുറത്തൂടെ ഒരു ചെറിയൊരു നനവ്, ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് തറയിരിക്കുന്നതുകൊണ്ടായിരിക്കും. അന്ന് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. പതുക്കെ ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇഴിച്ചു നോക്കിയതപ്പോൾ കാലിന് ചെറിയ ബലമുണ്ട്. ഇങ്ങനെ അന്ന് ഇതിൻ്റെ ഈ ഹോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉടങ്ങി വന്നപ്പോൾ എൻ്റെ മോള് പണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. മോൾ എപ്പോഴും നോക്കിയിട്ട് ഒരു അച്ഛാ അതിനകത്ത് എന്തൊക്കെ കാണാം. മോളുണ്ട്, പിന്നെ ആരുണ്ട്? വൈഫുണ്ട്. വൈഫ് മോളൊക്കെ ഇനി വന്നേ. സിസ്റ്റർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ സമയത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി വലിയ കുടുംബത്തിൽ നിന്ന് വന്ന് എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളെല്ലാവരും പുറന്തള്ളിയത്. അപ്പോൾ ഇങ്ങനെയും കൂടെ ആയപ്പം എൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. അന്ന് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. 300 രൂപ വാടക വീട്ടിലോട്ട് ഞങ്ങൾ താമസം മാറുകയും അവിടെ വെള്ളമില്ല, ലൈറ്റില്ല, ഈ വക കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഈ 2 കാലും ആരും ഞങ്ങളെ വന്ന് ശ്യാം ചേട്ടനെ വന്ന് ആരും നോക്കത്തില്ല. കാരണം ഭയങ്കര സ്മെല്ലാണ്. ഞാൻ പോലും ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ അടിച്ചിട്ട് ആ റൂമിലോട്ട് കയറുന്നത്. അത്രമാത്രം സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ പുഴു, ഞാൻ കണ്ടിട്ടില്ല, പുഴുവിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കാലിൽ നിന്നും കറുത്ത പുഴുവായിരുന്നാലും വെള്ള പുഴുവായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കർത്താവിനെ അറിയാതിരുന്നുവെങ്കിൽ ഞങ്ങൾ 3 ആളും ഇന്ന് ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. മോള് ഇതെല്ലാം കണ്ടിട്ടുണ്ട്? ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി എനിക്ക് പഠിക്കാൻ പറ്റാണ്ട് എൻ്റെ അമ്മയുടെ കുടുംബക്കാരുടെ വീട്ടിൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല. ടി വി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പോകുമ്പോഴൊക്കെ അവർ ഫസ്റ്റ് വീട്ടിൽ കയറ്റും, പിന്നെ പുറത്താക്കും, പിന്നെ ജനൽ തുറന്നിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ കാണുന്ന ടി വിയൊക്കെ. ഒത്തിരി അവരെല്ലാം തള്ളിക്കളഞ്ഞത്. അവരുടെ മുന്നിൽ ഞങ്ങളിപ്പോൾ ജയാളിയാണ്. ഞാൻ അമ്മയെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പഠിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛൻ അമ്മ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ പോകുമ്പോഴത്തേക്ക് അച്ഛൻ മുട്ടിലാണ് ഇഴയാറ്.
മുട്ടിലഴഞ്ഞ് മുട്ടൊക്കെ പൊട്ടി. ഒത്തിരി പഴുപ്പിങ്ങനെ ചാടുമായിരുന്നു പുറത്തോട്ട് ക്ലീൻ ചെയ്യുമ്പോൾ. സ്മെല്ല് അതുമാതിരി സ്മെല്ലായിരുന്നു. ഞങ്ങൾക്ക് എന്താ പറയുക, ചീഞ്ഞ് നാറുന്നതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു. അതൊക്കെ ഇപ്പോൾ കർത്താവ് മാറ്റി. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ എൻ്റെ കർത്താവ് ജീവനോടുള്ളത് കൊണ്ട് മാത്രം. ആ TV കണ്ട സമയത്ത് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേക അനുഭവം അങ്ങനെ എന്തെങ്കിലും? അന്നൊരു ചെറിയ തണുപ്പ് ശരീരത്തിൽ അനുഭവപ്പെട്ടത്, കാലിലൂടെയാണ് വരുന്നത്. അന്ന് എനിക്കതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വ്രണം കുറേശ്ശെ കരിഞ്ഞു തുടങ്ങി, പഴുപ്പിൻ്റെ വരവ് നിന്നു, എല്ല് പൊടിഞ്ഞു വരുന്ന അവസ്ഥ അതോടുകൂടി അങ്ങ് മാറി. പിന്നെ ഇന്ന് വരെയും എൻ്റെ ശരീരത്തിൽ നിന്ന് എല്ല് പൊടിഞ്ഞ് വെളിയിലേക്ക് വന്നിട്ടില്ല. എന്തൊരത്ഭുത പ്രിയപ്പെട്ടത്. യേശുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് പാപമോചനം മാത്രമല്ല, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി രക്ഷിക്കും. രോഗം മാറ്റും, മനക്ലേശം മാറ്റും, നിന്ന മാറ്റും, പരിഹാസം മാറ്റും, സാമ്പത്തികമായി വിടുവിക്കും, കൈ നീട്ടി ചോദിച്ചുകൊണ്ടിരുന്നവരെ കൈ നീട്ടി കൊടുക്കുന്നവരായി മാറ്റും. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല സന്ദേശമാണ്! മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ കരുതലിൻ്റെ സന്ദേശമല്ലേ ഇന്ന് നമ്മൾ കേട്ടത്. കർത്താവ് യേശുവിൽ ആശ്രയിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ രൂപാന്തരമാണ് സംഭവിക്കുന്നത്. അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതുപോലെ മഹാസന്തോഷം കൊണ്ട് ഓരോ വ്യക്തികളുടെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. അന്ന് ആ സത്യൻ നഗർ ക്രൂസൈഡിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. മദ്യപാനികൾ ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട ഒരു വലിയ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം അവിടെ ഉണ്ടായി. ഒരുപാട് രോഗികൾ സൗഖ്യമായി, ഒരുപാട് പേർ ബന്ധനസ്ഥരായിരുന്നവർ പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവിടെ വാസ്തവത്തിൽ മഹാസന്തോഷമാണ് ഞങ്ങൾ അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം അത് യേശുക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. സത്യൻ നഗറിൽ വെച്ച് രോഗികളെ സൗഖ്യമാക്കിയ അതേ യേശു ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ നടച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേലുള്ള ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ സന്ധികൾ പിരിഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുടെ സന്ധികൾ നിവർന്നു വരട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോയിൻറ്റ് പെയിൻ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ, സന്ധികളിലെ വേദനകൾ വിട്ടുമാറട്ടെ. കർത്താവെ, കൈ ഉയർത്തുവാൻ, കാല് മടക്കുവാൻ, മുട്ട് മടക്കുവാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇന്നെന്നെ കേൾക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ശരീരം തളർന്നു പോയ വ്യക്തികൾ ഇന്നെന്നെ കേൾക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ തളർച്ചകൾ മാറട്ടെ, ശരീരത്തിൽ പുതുബലം വന്ന് നിറയട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകുന്നതിനായി നന്ദി പറയുന്നു. ഭവനത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇന്നെന്നെ കേൾക്കുന്നു. അതുപോലെ കേസുകളിൽ പ്രതിയായി ഒന്നിലധികം പേരെന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കോടതികളുടെ ഉള്ളങ്ങളോട്, ന്യായാധിപന്മാരുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണം. കർത്താവെ, അവർക്ക് അനുകൂലമായി കർത്താവ് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുക. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ശരീരങ്ങളെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ സൗഖ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ആ മുഴ അവിടെയില്ല. അതുപോലെ ആ പിരിഞ്ഞ കാലിൻ്റെ, ആ കൈയുടെ ഒക്കെ സന്ധികൾ നിവർന്ന് നേരെയായിട്ടുണ്ട്, വളഞ്ഞ അസ്ഥികൾ നിവർന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. കാണുന്ന സാക്ഷ്യം, ആ അത്ഭുതം ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയണം, ഞങ്ങൾ കൂടെ കേട്ട് ഒന്ന് സന്തോഷിപ്പാനായിട്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിക്കാം. ആ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സന്തോഷമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.